ഹായ്, ഞാനൊന്ന് എൻ്റെ കുറച്ച് തോട്ട്സ് ഷെയർ ചെയ്യാനായിട്ട് വന്നതാണ്. അത് എന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചാൽ സ്റ്റാഗ്നേഷൻ എന്ന് പറയും. അതായത് ഒരു വെള്ളം എവിടെയെങ്കിലും ഒരു പടിലോ ഒരു ചിരട്ടയിലോ ഒക്കെ കെട്ടി നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ അവസ്ഥ എന്നറിയാം. അതായത് കുറച്ച് ദിവസം അതിനകത്ത് നിൽക്കുമ്പോഴത്തേക്ക് വെള്ളം അങ്ങ് ചീത്തയാവും. അതായത് അതിൽ ആൽഗെ വരും, കുറേ ബാക്ടീരിയാസ് വരും. അപ്പോഴത്തേക്ക് വെള്ളം അങ്ങ് ചീത്തയാവും. ആ വെള്ളത്തിൽ നമുക്കെടുത്ത് കുടിക്കാനായിട്ട് നമുക്കത് പ്യുവറാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ തോന്നൂല. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. മനുഷ്യൻ ഒരു സ്ഥലത്ത് സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് നിന്ന് പോവുകയാണെങ്കിൽ എന്ത് പറ്റും? അവനും അതുപോലെ തന്നെ ഇമ്പ്യൂർ ആവും. പക്ഷെ അവൻ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഒരു ആറ് പോലെ ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവന് എന്താ പറയുക, അവൻ പ്യുവറായിരിക്കും എന്നുള്ളതാണ്. അവന് വേണ്ടാത്ത തോട്ട്സ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു അവസ്ഥ നമ്മുടെ ലൈഫിൽ സൃഷ്ടിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമുക്കൊരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കാം, എന്തെങ്കിലും പഠിക്കാനായിട്ടോ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടോ പോയിക്കൊണ്ടിരിക്കാം, എന്തെങ്കിലും പുതുതായിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വിമ്മിങ് അറിഞ്ഞുകൂടാ എങ്കിൽ സ്വിമ്മിങ് പഠിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കണമെങ്കിൽ അത് പഠിക്കാം. അപ്പോൾ നമുക്ക് ഈ ലൈഫിൽ നമുക്ക് ജീവിക്കുകയാണ് എന്ന് തോന്നണം, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാം. അപ്പോൾ പക്ഷെ ബേസിക്കായിട്ട് നമുക്ക് കുറച്ച് പൈസ കയ്യിൽ വേണം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്ക് നമ്മളെ പേരൻസിനെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. പക്ഷെ ഒരു ഏജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും അവരുടെ അടുത്ത് എനിക്ക് ഇതുവരെ പോകണം അതുവരെ പോകണം, എനിക്ക് അതിന് പൈസ വേണം എന്ന് ഡിമാൻഡ് ചെയ്യാനായിട്ട് പറ്റാറില്ല. അപ്പോൾ അതിനുള്ള ഒരു സോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും ഈ ഒരു മൂവ്മെന്റ് നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ളതൊരു മനുഷ്യന്റെ ഫ്രീഡമായിട്ട്. ആ ഫ്രീഡമാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇപ്പം പൈസ ഇല്ല എങ്കിൽ നമുക്ക് ചുമ്മാ തിയേറ്ററിനകത്ത് കയറി ഒരു സിനിമ കാണാനായിട്ട് പറ്റൂല. അപ്പോൾ പൈസ അവിടെ ഒരു ഫ്രീഡത്തിന് സഹായിക്കുന്ന ഒരു എലമെന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം പൈസയും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ലൈഫിൽ ഒരു ഫേസിലും സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് ഇരിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. പരമാവധി ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ എഴുതി ഒരിടത്തും പോകാനില്ലെങ്കിൽ കൂടി രാവിലെ എഴുതിക്കുക, കുറച്ച് റോഡിൽ കൂടെ അങ്ങോട്ട് അങ്ങനെ നടക്കാൻ പോവുക, തിരിച്ചു വരിക. അപ്പോൾ നമ്മൾ ജീവിക്കുകയാണെന്ന് തോന്നും. അല്ലാതെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുക? അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുമായിട്ട് നമ്മൾ എന്താ പറയുക, ഒരു ഗ്രൂപ്പായിട്ട് കൂടി സംസാരിക്കുക, നമ്മളുടെ തോട്ട്സൊക്കെ ഷെയർ ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. അപ്പോഴത്തേക്ക് എന്താ പറ്റുക, നമുക്ക് നമ്മുടെ സെൽഫിനെ തന്നെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത് ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്ന് നശിക്കുന്നോ അന്ന് നിങ്ങൾ സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു വാട്ടർ പോലെയാവും. പിന്നെ നിങ്ങൾ ഇമ്പ്യൂർ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കിനെ പറ്റി കേട്ടിട്ടാണ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഹൈഡ്രോപോണിക്സ് എന്താണ് എന്നൊക്കെ പറ്റി എൻ്റെ അടുത്ത് അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ വാട്ടറിനെ കെട്ടി നിർത്തിയിട്ട് എന്തുകൊണ്ട് പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്തുകൂടാ? എനിക്കും എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഒരു ടീച്ചർ പറഞ്ഞു തന്നൊരു കാര്യമാണ്, വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് നമുക്ക് ഒരിക്കലും കൃഷി ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളം വന്നിട്ട് നമ്മൾ നട്ടയ്ക്കുന്ന ചെടികളുടെ മൂട്ടിലൊക്കെ നിറയും. അല്ലെങ്കിൽ നമ്മൾ തറയിലൊക്കെ നട്ടയ്ക്കുന്നതിലും അതിലൊക്കെ ഇങ്ങനെ വെള്ളം വന്നിട്ട് ഈ ചെടിയുടെ തണ്ട് തന്നെ എന്ത് ചെയ്യും, അങ്ങ് അഴുകി നഷ്ടപ്പെട്ടങ്ങ് പോകാറുണ്ട്. പക്ഷേ ഈ ഹൈഡ്രോപോണിക് സെറ്റപ്പിലും സെയിം ആണല്ലോ, വെള്ളമാണെങ്കിൽ എന്തുകൊണ്ട് ചെടികൾ അഴുകി പോകണില്ല, അതിൻ്റെ റൂട്ട്സ് ഒന്നും റോട്ടായി പോകണില്ല എന്ന് പറയുന്ന ഒരു സംഭവമാണ്. കാരണം വെള്ളം ഈ കോൺസ്റ്റന്റ്ലി അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഇങ്ങനെ ക്ലേ ബോൾസിലും ഒക്കെ തട്ടി അല്ലെങ്കിൽ അതിനെ ഫിൽറ്റർ ചെയ്ത് അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എന്ത് പറ്റും, അതിൻ്റെ ബാക്ടീരിയയും ബാക്കി വേസ്റ്റ് മെറ്റീരിയൽസും എല്ലാം അതിൽ അബ്സോർബ് ആവും. അപ്പം നമ്മൾ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെക്കുകയാണ്. കാരണം നാച്ചുറലി എന്ന് പറഞ്ഞാൽ വെള്ളം പ്യുവറായിട്ട് അതിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ ഫ്ലോ ചെയ്യാനില്ലാത്തൊരു കണ്ടീഷനിൽ നമ്മൾ കൾച്ചർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ
ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇപ്പം ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ടെക്നോളജിയൊക്കെ അഡ്വാൻസ്ഡ് ആയപ്പോഴത്തേക്ക് നമ്മുടെ ലൈഫ് നമ്മുടെ ഇതുപോലെ ഇപ്പോൾ ഈ ഹൈഡ്രോപോണിക് സെറ്റപ്പ് പോലെ നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ ലൈഫ് എങ്ങനെ വേണം വേണ്ട അതിനെപ്പറ്റിയൊന്നും അവരധികം ചിന്തിക്കേണ്ടില്ല. അന്നത്തേക്കുള്ളത് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യും, അതുകൊണ്ട് ജീവിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജിയൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയപ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ ഓരോ സിസ്റ്റത്തിനകത്ത് പെട്ടിരിക്കുകയാണ്, ആരെയും കാണുന്നില്ല, അങ്ങനത്തേക്ക് ഒരു അറ്റ്മോസ്ഫിയർ. അപ്പം നമ്മൾ തന്നെ നമ്മളെ ക്ലീൻ ആക്കി വയ്ക്കുക, നമ്മളെ തന്നെ ഫിൽറ്റർ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. അതിന് ഈ ഒരു മൂവ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ നമുക്ക് ക്ലീൻ ആയിട്ട് റിമെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറയാനായിട്ട് വന്നത്. ശരി എന്നാൽ.